ഞാനിപ്പോൾ വന്നേക്കണതേ ഡേവിസേട്ടൻ്റെ വീട്ടിലേക്കാണ്. അപ്പോൾ ഡേവിസേട്ടന് 3 ഏക്കർ സ്ഥലത്ത് ആൾ നെൽകൃഷി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ആൾ ഒരു 15 സെൻറ്റ് സ്ഥലത്ത് ചെണ്ടുമല്ലി പൂക്കളുടെ ചെടി നട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഈ ഓണത്തിന് വേണ്ടിയിട്ടാണ് ആളുടെ ഒരു ഐഡിയ. ഓണത്തിന് കുറച്ച് പൂവ് മാർക്കറ്റിൽ കൊടുക്കാനുള്ള ഒരു സെറ്റപ്പ് കൂടിയാണ് ആൾ ഇവിടെ തുടങ്ങിയേക്കണേ. അപ്പോൾ നമുക്ക് ആ ഡേവിസേട്ടനോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. വാ ഡേവിസേട്ടാ, ഇങ്ങോട്ട് വന്നേ. ഡേവിസേട്ടാ, 15 സെൻറ്റ് സ്ഥലത്താണ് ചേട്ടപ്പം ഈ ചെണ്ടുമല്ലിപ്പൂവിൻ്റെ കൃഷി തുടങ്ങിയത്. അപ്പോൾ ശരിക്കും നമ്മൾ ഈ ഓണം തന്നെയാണ് ചേട്ടൻ്റെ ലക്ഷ്യം. ഓണം തന്നെ ലക്ഷ്യം. അപ്പോൾ ഇതിൻ്റെ കടയ്ക്ക് ചേട്ടൻ എന്തൊക്കെയാണ് വളം ചെയ്തേക്കണേ? ഇത് നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിലേ കൊടകര കൃഷിഭവനിൽ നിന്ന് അവർ തന്നിട്ടുള്ള തൈക്കളത്. അപ്പോൾ നമ്മൾ ചെയ്തേക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ ആട്ടുങ്ങാട്ടിട്ടിട്ട് കുഴി ഉണ്ടാക്കി ആട്ടുങ്ങാട്ടിട്ട് കുഴി മൂടിയതിന് ശേഷം അതിന് മുകളിൽ അവർ തന്ന തൈക്കൾ നമ്മൾ ഓരോന്നോരോന്ന് നട്ട് പിടിക്കുക ചെയ്തതാണ്. കൊടകര കൃഷിഭവനിൽ നിന്ന് കൊടുത്താണെന്ന്. അപ്പോൾ അതിൻ്റെ വളങ്ങളെ കുറിച്ചാണ് ഇപ്പോൾ ആൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ എത്ര മാസം ഇത് ശരിക്കും ഇതിൻ്റെ വളർച്ചയ്ക്ക്? ഇപ്പോൾ കറക്റ്റ് 45 ദിവസമായി. അപ്പോൾ ചേട്ടനത് ഇത് തരുമ്പോൾ ഒരു തൈക്ക് എത്ര കാശ് വെച്ച് ചേട്ടൻ അതിന് മേടിച്ചത്? ഒരു തൈക്ക് 3 രൂപ വെച്ചാണ് അവർ പറഞ്ഞത്. നമുക്ക് അവർ 1 രൂപ വെച്ചിട്ട് തന്നത്. 1 രൂപ വെച്ചിട്ട് ചേട്ടന് കൊടുത്തു. 3 രൂപ ഒരു ചെടിക്ക്. ശരിക്കും ഒരു തൈക്ക് ഇത് 20 രൂപ 5 രൂപ വിലയുണ്ട് പുറത്ത്. ഞാൻ പുറത്ത് പോയി അന്വേഷിച്ചായിരുന്നു. അതല്ലേ, ചേട്ടനപ്പോൾ 1 രൂപ വെച്ചാൽ കിട്ടും. 1 രൂപ ശരിക്കും ഇപ്പോൾ ചേട്ടൻ ഇതിപ്പോൾ എത്ര തൈ ഇവിടെ വെച്ചിട്ടുണ്ട്? ഇത് 400 തൈ ഇവിടെ വെച്ചിട്ടുണ്ട്. 400 കറക്റ്റായിട്ട് പിടിച്ച് കിട്ടിയില്ല? 400 പിടിച്ചിട്ട് ഒരു തൈ പോലും പോയിട്ടില്ല. 400 തൈയാണ് ഇവിടെ വെച്ചേക്കണേ. അത് ചെടി, ആ 400 ചെടിയും ഒരെണ്ണം പോകാതെ ചേട്ടൻ മാത്രമല്ല, ചേട്ടൻ്റെ കൂടെ ചേച്ചിയുണ്ട്, നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അത് വളർന്നിട്ടുണ്ട്. ഇപ്പോൾ ചിലതൊക്കെ മുട്ടിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഓണത്തിന് അധികം ദിവസമൊന്നുമില്ല. ഓണമൊക്കെ ആകുമ്പോഴേക്കും കറക്റ്റായിട്ട് ടൈമിന് കിട്ടുന്നു. ഇനിയിപ്പോൾ ഇതിപ്പോൾ ശരിക്കും എത്ര വളർന്നു ചേട്ടാ? ഇത് ഞങ്ങൾ 3 വളം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ആദ്യ വളം ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞു. 3 വളം ചെയ്ത് കഴിഞ്ഞു അല്ലേ? ഒരു വളം ചെയ്തിട്ടുള്ളൂ. 1 വളം ചെയ്തു, ഇനി 2 വളം കൂടി ചെയ്യണം. അതിന് ഇത് വളം വാങ്ങി കലക്കി അതിനോട് തെളിക്കുക, അങ്ങനത്തെ പരിപാടികളൊക്കെ. അത് ശരിക്കും എന്തിട്ടാണ്? ഈ പ്രാണിയൊന്നും വരില്ല അല്ല, ഈ കുത്തൊന്നും വീഴില്ലെന്ന് പറഞ്ഞ സാധനം? ഇല്ല, ഇതിന് പുഴുക്കേട് വരും. അതിന് മറ്റേ നമ്മൾ നെല്ലിനൊക്കെ അടിക്കുന്ന മരുന്ന് ചെറുതായിട്ട് ഡോസ് കുറച്ചിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അത് പൊക്കോളല്ലേ? അങ്ങനെ 1 പ്രാവശ്യം 2 പ്രാവശ്യം ഞങ്ങൾ അടിച്ചു കഴിഞ്ഞു പോകും. അല്ല, നല്ല പച്ചപ്പായിട്ട് നിൽക്കണ്ടേ? അവർ കൃഷിഭവന് അവർ അന്വേഷിക്കാൻ നോക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വളരെയധികം ഭംഗിയായിട്ട് ചെയ്തു. കൃഷിഭവന് വന്ന ആൾക്കാർ നോക്കി പോയിട്ടുണ്ടെന്ന് പറഞ്ഞു സാർമാരല്ലേ? അവർ വന്ന് 2 ദിവസം മുമ്പ് വന്ന് നോക്കിയെല്ലാം വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഓരോ കടയും ഓരോ ലെങ്ത് വെച്ചിട്ടാണ്. ഞങ്ങളിങ്ങനെ ചെട്ടുമല്ലി കൃഷി ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചല്ലായിരുന്നത്. ഞങ്ങളിവിടെ വാഴ വയ്ക്കാൻ വേണ്ടിയിട്ട് ഇറ്റാച്ച് കൊണ്ടുവന്ന് തോട് കയറി അങ്ങനെ സെറ്റപ്പ് ആക്കിയതാണ്. അപ്പോൾ അതിന് ശേഷമാണ് അവർ കൃഷിഭവനിൽ ഇങ്ങനെ ചെട്ടുമല്ലി ഉണ്ടെന്നുള്ള അറിഞ്ഞതും അവിടെ ചെന്ന് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ് ചെയ്തുതരാം, നിങ്ങൾ ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ അപ്പോൾ ആ വാഴ ഇതിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ വാഴ വയ്ക്കാണ്. അപ്പോൾ ഞങ്ങൾക്ക് നടന്ന് കാണിക്കാം. നല്ല കുഴിയാണ് കേട്ടോ. അതായത് നമ്മൾ വാഴ വയ്ക്കാണ്. അപ്പോൾ ഓൾറെഡി ഇതിലൊക്കെ വാഴ വെച്ചിട്ടുണ്ട്. ഇതിനിടയിലേക്ക് വാഴ വെച്ചിട്ടുണ്ട്. വാഴ വെച്ചിട്ട് ഞങ്ങൾ സെറ്റപ്പ് ചെയ്താണ്. ഞങ്ങൾ തന്നെ ചെട്ടുമല്ലി മാറ്റി കൂടെ വാഴ വെച്ചാൽ ഇതിപ്പോൾ വിളവെടുപ്പ് വാഴ പൊന്തി വരും. ഈ ഇപ്പോൾ 15 സെൻറ്റ് സ്ഥലത്ത് ഈ ചെണ്ടുമല്ലി നട്ടു. അപ്പോൾ ഇതിലേക്ക് വരാനായിട്ട് എന്താണ് അതിൻ്റെ ഒരു പ്രചോദനം? നമുക്ക് ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്ന്. വീട്ടിൽ ചെറുപ്പത്തിലെ നമ്മളത് ചെയ്യാറുണ്ട്. വീണ്ടും മുത്ത് തറവാടിൻ്റെ മുത്ത് കയറ്റി നമ്മളിങ്ങനെ ചെടികൾ വെച്ചിരിക്കാറുണ്ട്. പിന്നെ ഇത് കൃഷിഭവനിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ഒരു സ്കീം ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളത് കുറച്ച് വാങ്ങിച്ചു. 400 തൈകൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് നമ്മളൊന്ന് ഓണായിട്ട് നമുക്ക് എല്ലാവർക്കും ഇതിൻ്റെ ഒരു ക്ഷാമം തീർക്കാം. അതായത് നമ്മൾ ഈ ഓണത്തിന് തമിഴ്നാട്ടിൽ പോലെ നമ്മൾ ആശ്രയിക്കണമല്ലോ. ഇതിപ്പം നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാകുമ്പോൾ നമുക്കൊരു എല്ലാ കൊല്ലം നമ്മൾ കാശ് കൊടുത്ത് പഠിക്കാറ്. ഈ കൊല്ലം നമുക്ക് കാശില്ലാണ്ട് നമുക്ക് അത്തകളടാം. മകവലി വരുമ്പോ ആദ്യം പറഞ്ഞ ദിവസമായിട്ട് വരുന്ന പുറത്തേക്ക്. കാരണം അല്ല, ഇത് ഇപ്പൊ ഓൾറെഡി ഓർഡർ ആയി തുടങ്ങി. ആൾക്കാർ വന്ന് പറഞ്ഞു തുടങ്ങി. ഓൾറെഡി ആയി ചോദിക്കുകയാണ്, ബുക്കിംഗ് ആയി. അതെ, അത് തന്നെ വേണ്ടത്. കാരണം ഞാനിപ്പോ വന്നത് ഇതും കൂടി പറയാനായിട്ടാ. എനിക്കും വേണ്ടി വരുന്നുണ്ട് പോവേ കുറച്ച് തന്നോളൂ. അതിനെത്ര പൈസ വെച്ച് പറഞ്ഞാൽ മതി. എന്താ പറയുക? അപ്പൊ അല്ല, അതങ്ങനെയാണല്ലോ. നമ്മളത് ഇത്ര നട്ടു വളർത്തി കഴിയുമ്പോ
അതിന്റെ ബുദ്ധിമുട്ട് ഒന്ന് ചെയ്ത് നോക്കാം, നമുക്ക് വിജയിക്കാം. അല്ലെങ്കിൽ അത് വിജയിക്കണം. എല്ലാ സംരംഭങ്ങളും വിജയിക്കും. നമ്മളതിന് തുനിഞ്ഞിറങ്ങി നിൽക്കണം. ഇത് ഞങ്ങൾക്ക് കുഴപ്പമില്ല, നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഇവരുടെ വീട് തറവാട് വീട്ടിലാണ് കേട്ടോ. അതിൻ്റെ പറമ്പ് ആണ് ഇവിടുത്തെ. അവിടെയാണ് ഇപ്പോൾ ഡേവിസേട്ടൻ ചേച്ചി കൃഷി ചെയ്തേക്കണേ. ഇവർ താമസിക്കുന്നത് കുറച്ച് 2 അടി അങ്ങോട്ട് നടന്നാൽ മതി. 6 കിലോമീറ്റർ അവിടെയാണ് മെയിനായിട്ടുള്ളവരെ മറ്റുള്ള കൃഷികളും കാര്യങ്ങളൊക്കെ. അവിടെ കോഴി മൊയിൽ ഉണ്ട് വീട്ടിൽ. കോഴി മൊയിൽ താറാവ് ജാതി ഇല്ലേ? ജാതി അവിടെ നമ്മുടെ പള്ളിയുടെ അടുത്ത പറമ്പ് കനാമല പള്ളിയുടെ അടുത്തുള്ള അവിടെയുണ്ട്. 1-2 പറമ്പുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും ഞാൻ അവിടെ വന്നതിൽ ഇത് കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷക്കാരൊക്കെ നല്ല പച്ചപ്പാട് ഇവിടെ നിൽക്കണം. അപ്പോൾ നമുക്ക് അടുത്ത ഓണം വരെ ഇവനൊന്ന് കാക്കാൻ തന്നെ എനിക്ക് ഭയങ്കര ധൃതികാരെന്ന് പറയാം. അല്ല ഓൾറെഡി തന്നെ മുട്ടിട്ട് തുടങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ പൂവെന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യം തന്നെയാണ് പൂവൊക്കെ. അപ്പോൾ നല്ലതായിട്ട് വരട്ടെ, സമൃദ്ധിയായിട്ട് പൂവുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണും വരെ ഞാനും ഡേവിസനും ഫാമിലിയും ബൈ.